യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ. അപ്പോൾ അന്ന് തുടങ്ങി ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. അപ്പോഴൊക്കെ ഈ അബ്രഹാം, യേസാവിൻ്റെയും യാക്കോബിൻ്റെയും കാര്യമൊക്കെ വായിക്കുമ്പോൾ ഞാൻ ഓർക്കും, ഇതെന്താ ഇങ്ങനെ? എന്നാലും ഈശോ നീതിയില്ലാത്ത ആളല്ലല്ലോ, അങ്ങനെയൊക്കെ വിചാരിക്കുമായിരുന്നു. ഇന്ന് വരെ ആ സംശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അത്തിവൃക്ഷത്തിൻ്റെ ഉപമയുടെ കാര്യം പറഞ്ഞപ്പോഴും അതും എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഒരുപാട് സംശയങ്ങൾ ബൈബിളിനെ കുറിച്ച് എനിക്കുണ്ടായിരുന്നു. അതൊക്കെ തീർന്നു കിട്ടി. ഇനിയും കുറച്ചുകൂടെ തീരാനുണ്ട്. ക്ലാസ് കഴിയുമ്പോഴത്തേക്കും തീരുമെന്ന് വിശ്വസിക്കുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ കുഞ്ഞേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വയ്ക്കും. എന്നിട്ട് കുഞ്ഞേച്ചിയോട് പറയും, ഞാൻ കൗൺസിലിംഗ് നടത്താം, അങ്ങനെ പറയായിരുന്നു. അപ്പോൾ കുഞ്ഞേച്ചി വലിയ കാര്യമായിട്ട് വരും. അപ്പോൾ ഞാൻ ബൈബിളൊക്കെ വായിക്കും, പള്ളി കുർബാനയൊക്കെ നന്നായിട്ട് സമ്മതിക്കായിരുന്നു. അതുകൊണ്ട് കുഞ്ഞേച്ചി വലിയ കാര്യമായിട്ട് അടുത്ത് വന്നിരിക്കും. ഇതെല്ലാം പറഞ്ഞാൽ കുഞ്ഞേച്ചിക്ക് അത്ഭുതം. പിന്നീടാണ് ഞാൻ കാര്യം പറയുന്നത്. അപ്പോൾ ഇവിടെ ഷെയറിങ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, എനിക്ക് അങ്ങനെയൊക്കെ വല്ലതും കണ്ടുപിടിച്ചാലേ കിട്ടുള്ളൂമായിരിക്കും, അല്ലാതെ പ്രാർത്ഥിച്ചൊന്നും കിട്ടില്ലായിരിക്കും. എന്നാലും കുഴപ്പമില്ല, എന്തെങ്കിലും കണ്ടാൽ ധൈര്യമായിട്ട് ചോദിക്കാം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് ഇങ്ങനെ ധൈര്യമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴേക്കും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഈശോ കാണിച്ചു തന്നു. അപ്പോൾ അടുത്തിരുന്ന് ചേച്ചി പറഞ്ഞു, എല്ലാം സത്യമാണെന്ന് പറഞ്ഞു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.